പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, 3 നോമ്പിലെ 2ാം ദിന ധ്യാന ചിന്തകളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. യോനാ പ്രവാചകന് മഹാനഗരമായ നിനവയിലേക്ക് പോകുവാനുള്ള ദൈവനിയോഗം ലഭിച്ചിട്ടും അത് കാര്യമായി പരിഗണിക്കാതെ ദൈവനിയോഗത്തെ അവഗണിച്ചുകൊണ്ട് യോനാ പ്രവാചകൻ തനിക്കിഷ്ടപ്പെട്ട താർഷീഷിലേക്ക് പോകുവാൻ കപ്പൽ യാത്ര ആരംഭിക്കുന്നു. കപ്പൽ യാത്ര മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് കടലിൽ ഒരു കൊടുങ്കാറ്റടിക്കുകയും കടൽക്ഷോഭം ഉണ്ടാവുകയും ചെയ്യുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും കടൽക്ഷോഭത്താൽ ഭയപ്പെടുകയും അവരവരുടെ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ യോനാ പ്രവാചകൻ കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. കപ്പൽ യാത്രക്കാരെല്ലാവരും തങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ അവരുടെ ദേവന്മാരെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനായുടെ അടുത്തേക്ക് കപ്പിത്താൻ കടന്നു ചെല്ലുന്നു. കപ്പിത്താൻ ചോദിച്ചു, അല്ലയോ, എന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ മുഴുവൻ നശിക്കാനായിട്ട് പോകുന്നു. നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും നമ്മെ ഓർക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ കടൽക്ഷോഭം എന്ന് അറിയുവാൻ വേണ്ടി കപ്പൽ യാത്രക്കാർ പ്രാർത്ഥിച്ച് നറുക്കിട്ടപ്പോൾ ഈ കപ്പൽ അപകടത്തിന് കാരണക്കാരൻ യോനായാണെന്ന് തിരിച്ചറിഞ്ഞു. യോനായോട് അവര് കാര്യങ്ങൾ തിരക്കി, താങ്കൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ യോനാ പറഞ്ഞു, ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകനാണ്. ദൈവം എന്നോട് നിനവേ എന്ന നഗരത്തിൽ പോയി വചനം പറയുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെ പോകുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ദൈവഹിതം നിരസിച്ച് താർഷീഷിലേക്ക് പോകുവാൻ ഞാൻ ഈ കപ്പലിൽ കയറിയതാണ്. എല്ലാവരും ഭയപ്പെട്ട് യോനയോട് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. നീ മൂലം ഞങ്ങളും നശിക്കുവാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞു. യോന അവരോട് പറഞ്ഞു, നിങ്ങൾ നശിക്കാതിരിക്കുവാൻ നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക. എന്നാൽ അവരത് ചെയ്യാതെ കപ്പലിലെ ചരക്കുകൾ മുഴുവൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും കടൽക്ഷോഭത്തിൽ നിന്ന് കപ്പൽ നിയന്ത്രിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അവസാനം എത്രയും വേഗം ഈ കപ്പൽ കരയ്ക്കടുപ്പിക്കുവാൻ അവർ പരിശ്രമിച്ചു. അതിനും അവർക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ യോനയെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് കടൽ ശാന്തമായി. സ്നേഹമുള്ളവരെ, ഈ ഒരു സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവനിയോഗം നിരസിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി യാത്ര പുറപ്പെട്ട യോന തൻ്റെ കൂടെയുള്ളവർക്ക് ഒരു അപകടമായിട്ട് മാറി. യോന തൻ്റെ ജീവിതത്തിന് തന്നെ അപകടമായിട്ട് മാറുന്നു. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, ദൈവനിയോഗം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി, ദൈവനിയോഗം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആ ദൈവനിയോഗത്തോട് ദൈവഹിതത്തോടെ സഹകരിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ താൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പക്ഷേ വേദനകൾക്കും നഷ്ടങ്ങൾക്കുമൊക്കെ കാരണമായേക്കാം. തന്നോടൊപ്പമായിരിക്കുന്ന, തൻ്റെ കൂടെയായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആ വ്യക്തി വേദനയ്ക്കും നഷ്ടത്തിനും അപകടത്തിനും ഒക്കെ കാരണമാകുന്നത് പോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾ, തൻ്റെ തന്നെ ജീവിത സാഹചര്യങ്ങൾക്ക്, ആ വ്യക്തിയെ സ്വന്തം താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന, ദൈവഹിതത്തിനെതിരായി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ സ്വന്തം ജീവിതത്തിലും നഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോനായുടെ ഈ സാഹചര്യം ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ട്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവനിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മൾ ആ കുടുംബത്തിന് വേദനയ്ക്ക് കാരണമാകും. ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് ഒരു കുടുംബത്തെ ദൈവകൃപയിൽ പാലിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ഭർത്താവ് തൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് ദൈവഹിതത്തിനെതിരെ നിന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ ആ കുടുംബത്തിന് ഉപകാരപ്രദമല്ലാതെ നഷ്ടത്തിന് കാരണമായി തീരും. ഇതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലും അദ്ദേഹം നഷ്ടങ്ങളിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെയെങ്കിൽ നമുക്ക് ധ്യാനിക്കാം, ദൈവഹിതം നിരസിച്ച് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നഷ്ടങ്ങൾക്കും വേദനകൾക്കും സങ്കടങ്ങൾക്കും കാരണക്കാരായി തീരുന്നവരാണോ നമ്മൾ? അതോ ദൈവഹിതം ശിരസാ വഹിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമുക്കും തന്നെ
അനുഗ്രഹങ്ങളായി മാറുന്നവരാണോ നമ്മൾ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.